നമസ്കാരം ചേട്ടാ, എവിടെയാണോ വീട്? എവിടെ വീട്? സ്റ്റാച്യു ജംഗ്ഷനിലാണ്. രാവിലെ ഇങ്ങനെ ഇടയ്ക്ക് വന്നിരിക്കും ആണ് ഒന്ന് മനസ്സൊന്ന് ശാന്തമാക്കാൻ വേണ്ടി. കലുഷിതമാവാൻ എന്താ കാര്യം? അങ്ങനെ ചേച്ചിയായിട്ട് വഴക്കിട്ടോ? അതിന്റെ ഒന്നുമില്ല, ഹാപ്പിയാണ്. പിന്നെ ഫാദർ ഇവിടെ ഉണ്ട്, അപ്പൊ ഫാദറിനൊന്ന് കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. ആണല്ലേ? എന്താ ചെയ്യുന്നത് ചേട്ടൻ? ഞാനിപ്പോ കോഴിക്കച്ചവടം ചെയ്യുന്നത്. കോഴിക്കച്ചവടം എങ്ങനെയുണ്ട്? കോഴിക്കച്ചവടം ഈ ചൂടാവുമ്പോൾ കുറവല്ലേ? ഭയങ്കര വില കൂടുതലായതുകൊണ്ട് ഇത്തിരി കുറവാണ്. ഈ ചൂട് കൂടുമ്പോ പൊതുവേ ഈ കോഴിയുടെ വില കുറയേണ്ടതാണ്, പക്ഷെ കോഴിയുടെ വില എപ്പോഴും കൂടുതലാണ് അല്ലേ? ഇപ്പൊ കിലോയ്ക്ക് എത്രയുണ്ട്? ഇപ്പൊ 172. ഇവിടുന്നാ നിങ്ങൾ എടുക്കുന്നത്? തമിഴ്നാട്ടിൽ തന്നെ? അല്ല, ഞങ്ങൾക്ക് ഇവിടെ ഒരു തൊടുപുഴന്ന് ഒരു ഫാം ടീം ഇറക്കി തന്നെയാണ്. ഓക്കെ. മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചൂട് എങ്ങനെയാ? ആർക്ക് അനുകൂലമാണ് ഇപ്പോ? ചൂടിനെ കുറിച്ച് എനിക്ക് കറക്റ്റ് അറിയില്ല. ഹൈബീഡനാണോ, ഷൈൻ ടീച്ചറാണോ, രാധാകൃഷ്ണനാണോ? അറിയില്ല. വോട്ട് ചെയ്യാൻ പോവില്ല എന്തായാലും? വോട്ട് ചെയ്യാൻ പോകും. കേന്ദ്രത്തിൽ അധികാരം മോദി മാറണമെന്ന് ആഗ്രഹമുണ്ടോ, അതോ മോദി തുടരണോ? എനിക്ക് ഇലക്ഷനെ കുറിച്ചോ അല്ലെങ്കിൽ വലിയ ധാരണയൊന്നുമില്ല. കോഴി കച്ചവടമാണ് ജീവിതം. അതെ അല്ലേ? ഓക്കെ. ചേച്ചി എന്ത് ചെയ്തു? ചേച്ചി കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയ ബിസിനസ് ആണ്? ചെറിയ ബിസിനസ്. ഷോപ്പാണോ? ചെറിയ കട. വീട് ചേർന്ന് തന്നെ. ഇവിടെ തന്നെ സ്റ്റാച്യു ജംഗ്ഷനിൽ തന്നെ. ഓക്കെ. ഇപ്പം അത് ചെറിയൊരു തട്ടുകേടുണ്ട് അല്ലേ? കച്ചവടത്തിന് ഇപ്പൊ വില കൂടുതലായതുകൊണ്ട് കച്ചവടം ഇത്തിരി കുറവാണ്. ഇടയ്ക്ക് രാവിലെ ഇങ്ങനെ വരും, കടലൊക്കെ കാണും. തൊട്ടടുത്ത് തന്നെയാണോ വീട്? ഇവിടുന്ന് സ്റ്റാച്യു ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 2-2.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ചൂടൊക്കെ എങ്ങനെയാ മറികടക്കുന്നത്? ചൂട് അതിനെ കുറിച്ചൊന്നും പറയാൻ ചൂടാ? ഭയങ്കര ചൂടാ. താങ്ക് യു. ഓക്കെ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്ത് ചെയ്യുന്നു? ഞാൻ പോർട്രസ്റ്റ് റിട്ടയർ ചെയ്തു. എവിടെ വീട്? പൊട്ടിച്ച് ഇവിടെ തന്നെ. ഇടയ്ക്ക് വരുമായിക്കോട്ടെ. ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു. ശരി. അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ. 18 വയസ്സിൽ ജോലി കിട്ടി. അത് കഴിഞ്ഞ പിന്നെ കളി നിർത്തിയോ? കളി നിർത്തി 10 വയസ്സ് കൊല്ലം 10-20 കൊല്ലം കളിച്ച്. ആണല്ലേ? പിന്നെ മുട്ടിനൊരു ഇഞ്ചുറി വന്നു. ആണല്ലേ? ഔട്ട് കിട്ടി. പിന്നെ അതിനുശേഷം കളിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ബോഡി ഫിറ്റാ? ബോഡി ഇടയ്ക്ക് ഇങ്ങനെ വരും. ചേച്ചി എന്ത് ചെയ്യുന്നു? ഇവിടെ അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരും കടല് കാണാൻ അല്ലേ? ഇടയ്ക്ക് വന്നിട്ട് പോവോ അതോ രാവിലെ വരും? കുളിച്ചിരുന്ന അവിടെയാണ് ഞാൻ. നമസ്കാരം ചേച്ചി. ആണോ? അവിടെ വെച്ചിട്ട് സ്കൂളിൽ അവിടെ കുളിച്ച് അവിടെ കുളിക്കും? മുങ്ങിപ്പോയി. ആണോ? കൂട്ടുകാരൻ പിടിച്ച്. അന്താ അക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്താ? ആണോ ചേച്ചി? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ ഇവിടെ മുങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പറയാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല. ചേട്ടൻ മാത്രമേ ഉള്ളായിരുന്നോ? ചേട്ടനും ഞാനും. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കള് മോനും പിന്നെ മരുമോനും മധുരയിലാണ് ഇപ്പൊ. മോൻ ദുബായില്, മരുമോളും. ഹാപ്പിയാണ് ജീവിതം. ഇടയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കും അല്ലേ? ഇവിടെ വന്ന് കിടപ്പുറം കാണണമെന്ന് പറയാം. ഞാനിവിടെ തന്നെ പച്ചാളത്തായിരുന്നു. ശരി. ഓക്കെ. എങ്ങനെയാ മൊത്തത്തിൽ മണ്ഡലത്തിലേക്ക് ഒരു രാഷ്ട്രീയ സ്വഭാവം? ഹൈബീഡൻ ജയിക്കും. ഹൈബീഡൻ ജയിക്കുമോ ഇത്തവണ? ഹൈബീഡൻ ജയിക്കും. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തുടരണമെന്നാണോ ആഗ്രഹിക്കുന്നത്, മാറണം എന്നാണോ? നരേന്ദ്രമോദി ഇഷ്ടമാണ്, പക്ഷേ ഹൈബീഡൻ ജയിക്കും അല്ലേ? എറണാകുളത്ത് എപ്പോഴും ഹൈബീഡനാണ്. എങ്ങനെ കേന്ദ്രത്തിൽ ആര് വരണം എന്നാണ് ആഗ്രഹം? നരേന്ദ്രമോദി ഭരിക്കണം. ഒരു തുടർഭരണം വരണം. കാര്യം നല്ലൊരു പോക്കാണ്. പിന്നെ ഇവിടെ കുറെ പാർട്ടികളുണ്ട്, തമ്മിൽ തല്ലാണ്. അതെ. അതിനേക്കാൾ നല്ലതൊരു ഒറ്റ പാർട്ടി വരണം. ഓക്കെ. അപ്പൊ നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വരണം. അതേസമയം കൊച്ചിയിൽ നിന്ന് ഹൈബീഡനാണ് സാധ്യത എന്നും പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ ഇനി പോയി കഴിഞ്ഞിട്ടാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ വന്നത്? അത് ശരി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ രാവിലെ? ഓക്കെ. 5 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി. 5 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും അല്ലേ? ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ